മോട്ടോ പ്ലാനറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിവിടെ എത്തിയിരിക്കുന്നത് ജീപ്പ് കോമ്പസ് ആണ്. 360 ക്യാമറ വയ്ക്കാൻ, 360 ക്യാമറ വിത്ത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ. അൺബോക്സ് ചെയ്യടാ. അത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ്. ഇത് കസ്റ്റമർ കൊണ്ടുവന്നതാണ്. നമ്മളത് ഫിക്സിംഗ് ചാർജ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഓക്കെ, ഇതാണ് ജീപ്പ് കോമ്പസിൻ്റെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ. 10 ഇഞ്ച് സ്ക്രീനാണ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കോൺഫിഗറേഷനൊന്നും ബോക്സിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് നമുക്ക് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്കിതിന് ക്യാൻവസ് വേണം. ക്യാൻവസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഓട്ടോ AC-യുടെ ഫങ്ഷൻ, അങ്ങനെ ഒരുപാട് സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഇതാണ് ക്യാൻവസ്. ഈ ഒരു ഐറ്റമാണ് അതിൻ്റെ ക്യാൻവസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ അഡീഷണൽ 2 ബാക്കി നോർമൽ സ്റ്റീരിയോ വരുന്ന കണക്ക് തന്നെ USB പോർട്ട്, വീഡിയോ ഔട്ടിൻ്റെത്, അങ്ങനെ മൈക്ക്, അതൊക്കെയാണ് വരുന്നത്. അത് നോർമൽ എല്ലാ ഇതിലും വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഇത് GPS ആൻഡ്രോയിഡാണ്. ഈ എക്കോസ്പോർട്ട്, ജീപ്പ് കോമ്പസ്, പോളോ, അങ്ങനെ കുറച്ച് വണ്ടികളിലാണ് നമുക്ക് ഈ ക്യാൻവസ് ആവശ്യമായിട്ടുള്ളത്. കാര്യം അതിൽ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ സ്റ്റീരിയോയിലാണ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ 360 ക്യാമറ. ഓക്കെ, നമുക്ക് തന്നെ അൺബോക്സ് ചെയ്യാം. നല്ല സോക്കറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, 4 ക്യാമറയാണ് വരുന്നത്. ഒന്ന് നമുക്ക് ഫ്രണ്ടിലായിട്ട് വരും, പിന്നെ 2 മിറേഴ്സിൽ, പിന്നെ പുറകിലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ റിമോട്ട്. ഓക്കെ, ഈ 2 ക്യാമറയാണ് അതിൻ്റെ സൈഡിലായിട്ട് വരുന്നത്. ഇത് ഫ്രണ്ട് ക്യാമറ. ഇതാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. ഈ ഒരു പൊസിഷനിലാണ് വരുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. ഈ ഒരു പൊസിഷനിലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് റിയർ ക്യാമറ. ഇത് ഓൾറെഡി ഇത് ക്യാമറ എല്ലാം ഉള്ള വണ്ടിയാണ്. പക്ഷേ ഇത് അവർ ഫുൾ 360 ചെയ്യാൻ വേണ്ടിയാണ് ആൻഡ്രോയിഡ് എല്ലാം ഇതാക്കിയിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഡാഷ്. ഇത് ഓൾറെഡി നമ്മൾ സ്റ്റീരിയോയും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ക്യാമറയുടെ ലൈനെല്ലാം വലിക്കണം. സ്റ്റീരിയോ എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അതുപോലെ തന്നെ ഓൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എല്ലാം കപ്ലെയർ ടു കപ്ലെയറാണ്. നമുക്ക് കുറച്ച് വർക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു 360-യുടെ 2 മിററിൽ നിന്നുള്ള കണക്ഷൻ ഉണ്ട്. 2 ക്യാമറ വരുന്നുണ്ട്. അതിൻ്റെ ലൈൻ വലിക്കുന്നതാണ് കുറച്ച് ടൈം പിടിക്കുന്ന കാര്യം. ഓക്കെ, നമുക്ക് എല്ലാ സോക്കറ്റെല്ലാം റിമൂവ് ചെയ്യണം. ആ മിറർ റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ ക്യാമറ വയ്ക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മിററെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ വർക്ക് അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വണ്ടിയിലിരുന്ന സ്റ്റീരിയോ കാണാം. ആ സ്റ്റീരിയോ അങ്ങെടുത്ത് സ്റ്റീരിയോ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ സൈസിലാണ് വന്നത്. എനിക്കൊന്നൊരു 7 പോലും ഇല്ലയെന്ന് തോന്നുന്നു. ഇതെല്ലാം നമുക്കിനി അഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു പുതിയ ഫ്രെയിമിലോട്ട് സെറ്റ് ചെയ്യണം. ആ സ്ക്രീൻ സൈസ് കണ്ടോ, 10 ഇഞ്ച്. അത്ര ഡിഫറൻസ് ഉണ്ട്, നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് കപ്ലെയർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് റിമൂവ് ചെയ്തിട്ട് ഇതിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, മറ്റേ സ്റ്റീരിയോയുടെ കപ്ലെയർ വ്യത്യാസം വന്നായിരുന്നു. പക്ഷേ നമ്മുടെ കളക്ഷനിൽ നിന്ന് നമ്മളത് എടുത്തിട്ടുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളുടെയും ഒരു 95 എന്നല്ല 99% വണ്ടികളുടെയും പാനൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. അപ്പോൾ ഈ ഒരു സോക്കറ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ, ഈ ഒരു ഫുൾ സിസ്റ്റമാണ് അത് വരുന്നത്. ഇത് കറക്റ്റാണ്. ഓക്കെ, ഇതൊന്ന് പിടിച്ച. ഓക്കെ, നമ്മളത് ഓണാക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ബ്രാൻഡ്. കേവ് എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ആൻഡ്രോയിഡ്. കുറച്ച് സ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് സ്റ്റാർട്ടപ്പിൻ്റെ ആണ്. ഓക്കെ, ഇതാണ്
എൻ്റെ വിൻഡോ അത് ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കട്ടെ. സെറ്റിങ്സിൽ ഇതെല്ലാ കാർ സെറ്റിങ്സ്, ടച്ചൊക്കെ നല്ല സ്മൂത്താണ്. ആൻഡ്രോയിഡ് കാർ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. കാർ സെറ്റിങ്സ് ഇതിലില്ല. അപ്പോൾ ഇതിനകത്ത് പോയിട്ട് കാർ സെറ്റിങ്സ് ഇത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓക്കെ കേട്ടോ, ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റത്തില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്കെന്തായാലും എൻ്റെ ക്യാൻവസ് കണക്ട് ചെയ്യണം. കാര്യം സ്റ്റിയറിംഗ് കൺട്രോൾ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ട കുറച്ച് പ്രോസസ്സ് ഉണ്ട്. ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ തന്നെ കാണാനല്ലോ. ബ്രൈറ്റ്നസ് കൂടുതലാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഫുൾ ബ്രൈറ്റ്നസ് ആണ്. ആദ്യം പോവേണ്ടത് കാർ സെറ്റിങ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ സെറ്റിങ്സ് ഒന്ന് നോക്കാം. പാസ്വേഡ് വേണം. 8888 ആയിരിക്കും. യെസ്, മോഡൽ ചൂസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രോസസ്സിങ് ലോഡിങ് ആവുകയാണ്. പ്ലീസ് വെയിറ്റ് എ മിനിറ്റ്. ഓക്കെ, ഇതിനകത്തിപ്പോൾ ക്യാൻവസ് ആണ്. ഇപ്പോൾ ഈ ഒരു ക്യാൻവസിൻ്റെ ഓപ്ഷനിൽ നമ്മുടെ ക്യാൻവസിൻ്റെ പേര് എല്ലാ ക്യാൻവസിലും ഇവിടെ ആയിട്ട് പേര് കാണും. ഓക്കെ, ഇതിൻ്റെത് നമുക്ക് റൈസ് എന്നാണ്, കണ്ടോ, ഇത് റൈസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഈ റൈസ് സെലക്ട് ചെയ്യണം. ഓക്കെ, റൈസ് സെലക്ട് ചെയ്യുമ്പോൾ ഏത് വേരിയൻ്റ് വണ്ടിയാണെന്ന്. ഇപ്പോൾ ജീപ്പ്, ഇപ്പോൾ ഇതിനകത്ത് ഹുണ്ടായി എല്ലാം ഉണ്ട്. ജീപ്പ്. ഓക്കെ, 10 to 17 കോമ്പസ് ഒന്നുണ്ട്. അപ്പോൾ കോമ്പസ് സെലക്ട് ചെയ്യുക. ഹൈ കോൺഫിഗറേഷൻ കൊടുത്തു നോക്കാം. ഓക്കെ, ഇതിനകത്ത് തന്നെയാണ് എല്ലാ ഓട്ടോ AC-യുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും ഡോർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എററോ കാര്യങ്ങളോ എല്ലാം വരുമ്പോൾ സ്റ്റീരിയോയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. സോ നമുക്ക് ആ ഒരു ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു പുതിയ സ്റ്റീരിയോയിലോട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ കാണാം. സിസ്റ്റം റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ഈ പുറത്തുനിന്ന് വാങ്ങുന്ന സ്റ്റീരിയോസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാര്യം ഇൻ കേസ് ഇതുപോലെ എന്തെങ്കിലും സപ്പോർട്ട് നമുക്ക് വേണോ, അങ്ങനെ എന്തെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മളത് ചെക്ക് ചെയ്തത് വർക്കായില്ല. അപ്പോൾ അതിൻ്റെ വേറെ സെറ്റിങ്സ് കൂടെ നോക്കുന്നുണ്ട്. ഹൈ കോൺഫിഗറേഷൻ, ലോ കോൺഫിഗറേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ഫുൾ ചെക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്യാമറയുടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ. ഓക്കെ, ഇത് മിററിലെ ക്യാമറ. നമുക്ക് റിയർ ക്യാമറ. ഓക്കെ, ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ വ്യൂ ഒന്ന് കാണാം. ഇത് കഴിഞ്ഞതിന് ശേഷം റണ്ണിങ് വീഡിയോയും കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റീരിയോ, 10-inch സ്റ്റീരിയോ വിത്ത് 360 ഡിഗ്രി ക്യാമറ. ഓക്കെ, ഇത് നമ്മുടെ ഫ്രണ്ട് വ്യൂ ആണ്.
റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ്. ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ഇൻഡിക്കേറ്റർ, ഇത് ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ, ഇത് റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ. ഓക്കെ, ഇത് നമുക്ക് ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ് വരുന്നത്. ഫുൾ ടൈം റെക്കോർഡിംഗ് ആണ്. അതിന് പ്രത്യേകം USB പോർട്ട് കൊടുക്കണം. ഓക്കെ, I think the girls with their nails done now.